ഞാൻ ആദ്യം തന്നെ പ്രത്യേകം നന്ദി ഈ സ്കൂളിനോട് പറയാണ്. പ്രത്യേകിച്ച് സുശീൽ സാറ്, ബിന്ദു മാഡം, പിന്നെ നിങ്ങൾ എത്രയോ മനോഹരമായിട്ട് ഇതുപോലെ അച്ചടക്കത്തോടെ ഇരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. നിങ്ങളുടെ പേരൻസിനോട് നന്ദി പറയുക. കാരണം അച്ചടക്കമുള്ള കുഞ്ഞുങ്ങളെ ഈ ലോകത്തിന് സംഭാവന ചെയ്ത് കുഞ്ഞുങ്ങൾ അച്ചടക്കമുള്ളവരായിരുന്നു എന്നല്ല, പക്ഷെ ഇവരുടെ ഒരു അസാമാന്യ എഫേർട്ട് നിങ്ങളെ ഇങ്ങനെ അച്ചടക്കത്തോടെ ഇരിക്കുന്നതിനുണ്ട് എന്ന് എനിക്കറിയാം. അച്ചടക്കം എന്ന് പറഞ്ഞാൽ വെറുതെ അനങ്ങാതെ ഇരിക്കുക എന്ന് മാത്രമല്ല അച്ചടക്കം, അല്ലെ? ജീവിതത്തിൽ നല്ല എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠതയോടെ പെരുമാറുന്ന ഏതൊരു കാര്യവും അച്ചടക്കമാണ്. ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് അച്ചടക്കത്തിന്റെ ഭാഗമാണ്. രാവിലെ കുളിക്കുന്നത് അച്ചടക്കത്തിന്റെ ഭാഗമാണ്. നല്ല ഡ്രസ്സ് അയൺ ചെയ്ത് ഭംഗിയാക്കി ഇടുന്നത് അച്ചടക്കത്തിന്റെ ഭാഗമാണ്. അച്ഛനും അമ്മയെ ബഹുമാനിക്കുന്നത് അച്ചടക്കത്തിന്റെ ഭാഗമാണ്. സ്കൂളില് ഏറ്റവും നല്ല മാനേഴ്സിൽ ബിഹേവ് ചെയ്യുന്നത് അച്ചടക്കത്തിന്റെ ഭാഗമാണ്. നമുക്ക് ഇന്നിവിടെ നമ്മൾ വന്നിരിക്കുന്നത് യഥാർത്ഥത്തില് നിങ്ങളുടെ കൂട്ടുകാര് മനോരമ നടത്തിയ ഒരു പ്രോഗ്രാമില് പങ്കെടുത്ത് അതില് അവിടെ ഇരിക്കുന്ന രണ്ടുപേരും ഇവരും ഒരേപോലെ പങ്കെടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന് അല്പം ഭാഗ്യം കൂടിയതുകൊണ്ടാണ് സൈക്കിൾ കിട്ടിയത്. ഒരേ പോയിന്റില് ഒരേപോലെ കളിച്ച അല്ലെങ്കിൽ ഗെയിമിൽ പങ്കെടുത്ത കുട്ടികളാണ്. അപ്പൊ ഒരാൾ മറ്റൊരാളെക്കാൾ മിടുക്കലോ കുറവോ അല്ല, ഈ മൂന്ന് പേരും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കണം. ഒരു വായന എന്ന് പറഞ്ഞ വലിയ അനുഭവമാണ്. നമ്മുടെ ശരീരത്തിന് ഒരു ഹാനിയും വരുത്താത്ത, ശരീരത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മുടെ ബ്രെയിനെ ഏറ്റവും കൂടുതൽ വളർത്തുന്ന, നമുക്ക് അറിവ് ഏറ്റവും കൂടുതൽ നൽകുന്ന ഒന്നാണ് വായന. നല്ല പുസ്തകങ്ങൾ വായിക്കുക, പത്രം വായിക്കുക. പത്രം സ്ഥിരമായിട്ട് വായിക്കണം. ഇവിടെ പത്രം വീട്ടിൽ വരുന്ന കുഞ്ഞുങ്ങളെല്ലാം സ്ഥിരമായിട്ട് പത്രം വായിക്കണം. ഇപ്പൊ ഞാൻ സാറിന് റിക്വസ്റ്റ് ചെയ്യണം, നമ്മുടെ ഈ പത്രമില്ലാത്ത ഈ സ്കൂളിലെ കുറച്ച് കുട്ടികൾക്കെങ്കിലും നമ്മുടെ ഒരു ഫണ്ടിൽ നിന്നെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും സ്പോൺസറെ കണ്ടുപിടിച്ച് ഒരു 3-4 മാസത്തേക്ക് പത്രം വീട്ടിൽ കൊടുക്കാനുള്ള ഒരു ക്രമീകരണം പൊതു ചെയ്യണം. കാരണം ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഒരു കാലത്ത് നന്നായിട്ട് വായിച്ചു. ഇപ്പൊ ഞാൻ 7 പത്രം ഒരു ദിവസം വായിക്കും. ജോലിയുടെ ഭാവം പോലെ കേട്ടോ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു പത്രമെങ്കിലും ഒരു ദിവസം വായിക്കണം. അപ്പൊ അതുപോലെ നിങ്ങൾ പത്രം വായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ സ്കൂളിൽ പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷം തരും. പക്ഷെ ഇതൊക്കെ സന്തോഷം തരുന്നില്ല എന്ന് പറഞ്ഞാല് അവർക്ക് ഇനിയും കേട്ടാൽ കൊള്ളാമെന്നുള്ള തോന്നുന്നു, അല്ലെ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി മക്കളെ, നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ.